വെൽക്കം ബാക്ക്. വീണ്ടും സ്വാഗതം. നമ്മുടെ രാജ്യത്ത് വിവിധ ബാങ്കുകളിലായി 2024 മാർച്ചിലെ കണക്കനുസരിച്ച് 78,213 കോടി രൂപ അൺക്ലെയിംഡായി കിടക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾക്ക് അർഹതയുള്ള കാശും കാണും ഇതിൽ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം, ഇതെങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെയാണ് ഡെപ്പോസിറ്റ് അൺക്ലെയിംഡ് ആകുന്നത്, ഇത് എങ്ങനെ ക്ലെയിം ചെയ്യാം, ഇതിനെപ്പറ്റിയൊക്കെ. വാട്ട് ആർ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഹൗ ആർ ദേ ഹാൻഡിൽഡ്? ഈ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് എന്താണ്, അത് എങ്ങനെയാണ് ബാങ്കിങ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത്? സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്സ്, കറണ്ട് അക്കൗണ്ട്സ് മുതലായവ പീരിയോഡിക്കലി ക്രെഡിറ്റ് ചെയ്യുന്ന പലിശയോ അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യുന്ന ബാങ്ക് ചാർജസ് ഒഴികെ മറ്റ് ഇടപാടുകളൊന്നുമില്ലാതെ 10 കൊല്ലമായി ഒരു ട്രാൻസാക്ഷനും ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ, ഇതാണ് ഒരു വിഭാഗം. ഇതിൽ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസുകൾ, മറ്റ് പല വിധത്തിലും പല അക്കൗണ്ടിലുമായി കസ്റ്റമേഴ്സിന് കിട്ടാനുള്ള കാശുകൾ, ഇതൊന്നും അത്ര ഒരു സബ്സ്റ്റാൻഷ്യൽ അല്ല. മെയിൻലി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളും കറണ്ട് അക്കൗണ്ടുകളും. ഇതുകൂടാതെ ടേം ഡെപ്പോസിറ്റുകൾ, എല്ലാ തരത്തിലുള്ള ടേം ഡെപ്പോസിറ്റുകളും, മെച്യൂരിറ്റിയായി 10 കൊല്ലമായിട്ടും ക്ലെയിം ചെയ്യപ്പെടാതെ കിടക്കുന്ന എല്ലാവിധത്തിലുള്ള ടേം ഡെപ്പോസിറ്റുകളും. ഈ രണ്ട് വിഭാഗങ്ങളെയാണ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 10 വർഷമായി ക്ലെയിം ചെയ്യപ്പെടാതെ കിടക്കുന്ന ഈ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകൾ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എങ്ങനെയാണ് ഈ ഡെപ്പോസിറ്റുകൾ അൺക്ലെയിംഡായി കിടക്കുന്നത്? അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ മരണം, നോമിനികൾക്കോ ലീഗൽ ഏഴ്സിനോ ഈ അക്കൗണ്ടുകളെ പറ്റി വിവരമില്ലാതിരിക്കുന്ന പരിതസ്ഥിതികളിൽ, മറന്നുപോയതായ അക്കൗണ്ടുകൾ, പിന്നെ ചിലർ മറ്റ് നഗരങ്ങളിലേക്ക് താമസം മാറ്റുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് താമസം മാറ്റുന്നു. അപ്പോൾ ഈ അക്കൗണ്ടുകൾ ശ്രദ്ധിക്കാൻ മറന്നുപോയി കാണും. കൂടാതെ ബാങ്കുകൾക്ക് പൊതുവെ ഒരു ഡോർമെൻ്റ് അക്കൗണ്ട് പോളിസിയുണ്ട്. 2 കൊല്ലമായിട്ടൊന്നും ഇടപാടില്ലെങ്കിൽ അത്തരം അക്കൗണ്ടുകളുടെ കാര്യത്തിൽ മുന്നെയൊക്കെ ആണെങ്കിൽ കസ്റ്റമേഴ്സ് അലർട്ട് ചെയ്യപ്പെടുമായിരുന്നു. ഇന്നത് ഇഫക്റ്റീവായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്തരം അക്കൗണ്ടുകളെ പറ്റിയും ഇവക്ക് എന്ത് സംഭവിക്കുന്നതിനെ പറ്റിയിട്ടും പൊതുവെ ഒരു ധാരണ പബ്ലിക്കിന് ഇല്ലാത്തതും കൂടിയാണ് ഈ ഡെപ്പോസിറ്റുകൾ ഇങ്ങനെ അൺക്ലെയിംഡായി കിടക്കുവാൻ കാരണമാകുന്നത്. എന്തുകൊണ്ടാണ് ഈ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്? പ്രധാന കാരണം ടു അവോയ്ഡ് ഫ്രോഡ്സ് ആൻഡ് ടു പ്രൊട്ടക്റ്റ് ഫണ്ട്സ് ഓഫ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. ആരും ക്ലെയിം ചെയ്യാനില്ലാതെ കിടക്കുന്ന പല അക്കൗണ്ടുകളിലും മുൻകാലങ്ങളിൽ ഒരുപാട് ഫ്രോഡുകൾ നടന്നിട്ടുണ്ട്. പിന്നെ ഇത്തരമൊരു ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി അത് ട്രാക്ക് ചെയ്യുന്നതിനും അതിൻ്റെ അവകാശികൾക്ക് ലഭിക്കുന്നതിനുമുള്ള സൗകര്യമൊരുങ്ങുകയാണ്. കൂടാതെ ഈ അൺക്ലെയിംഡ് അക്കൗണ്ടുകളെ പറ്റി പൊതുജനങ്ങളുടെ അവയർനെസ് ഉയർത്താനുള്ള റിസർവ് ബാങ്കിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇങ്ങനെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകൾ ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത്തരം ഡെപ്പോസിറ്റുകൾ കണ്ടെത്താൻ പൊതുജനങ്ങളെ സഹായിക്കുന്നതിനായി RBI ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോർട്ടലിൻ്റെ അഡ്രസ്സ് ഇതാണ്: udgamrbi.org.in. ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് 2014 തുടങ്ങിയെങ്കിലും ഈ വെബ്സൈറ്റ് 2023 ഓഗസ്റ്റിലാണ് ലോഞ്ച് ചെയ്യപ്പെട്ടത്. ഈ സൈറ്റിൽ 30 ബാങ്കുകളിലുള്ള അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകളുടെ പൂർണ്ണ വിവരം നൽകുന്നു. പടിപടിയായി മറ്റ് ബാങ്കുകളുടെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ കൂടി ഈ പോർട്ടലിൽ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 30 ബാങ്കുകൾ മാത്രം എന്ന് പറഞ്ഞെങ്കിലും 30 ബാങ്കുകളിലുള്ള അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകൾ
ടോട്ടൽ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകളുടെ 90% വരും. ബാക്കി വരുന്ന 10% ഡെപ്പോസിറ്റുകൾ കൂടി വൈകാതെ ഈ പോർട്ടലിൻ്റെ പരിധിയിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പോർട്ടലിലേക്ക് കൂടി അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ് പബ്ലിക്കിന് ലഭിക്കുന്നത് എന്ന് നോക്കാം. udgam.rbi.org.in എന്ന പോർട്ടലിൻ്റെ ലാൻഡിംഗ് പേജാണ് സ്ക്രീനിൽ. ഇത് ഉപയോഗിക്കണമെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം യൂസർക്ക് ആദ്യമായി ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഇവിടെ കാണാം, നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അവേ ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ യു ഹാവ് ടു ക്ലിക്ക് ഓൺ രജിസ്റ്റർ ആൻഡ് ഗോ ത്രൂ ദ രജിസ്ട്രേഷൻ പ്രോസസ്സ്. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഈ സ്ക്രീനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുത്ത് ഒരു പാസ്വേഡ് ഇവിടെ കൊടുക്കണം. അത് ആസ് യൂഷ്വൽ കൺഫേം ചെയ്യാൻ എൻ്റർ ചെയ്യണം. പിന്നെ ഇവിടെ കാണുന്ന ക്യാപ്ചയും എൻ്റർ ചെയ്യണം. അത് കഴിഞ്ഞാൽ ദർ ആർ 2 ചെക്ക് ബോക്സസ്. ഒന്ന് റിഗാർഡിംഗ് പ്രൈവസിയാണ്. ഇത് സംബന്ധിച്ച പ്രൈവസി പോളിസി വായിച്ച് എഗ്രി എന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു ചെക്ക് ബോക്സാണ്. രണ്ടാമത്തേത് നമ്മളുടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഈ സൈറ്റ് ആക്സസ് ചെയ്യുന്നത് എന്നതിനുള്ള കൺഫർമേഷനാണ്. ഈ ചെക്ക് ബോക്സസ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ യു വിൽ റിസീവ് എ OTP on your mobile number given, and on successful verification you will be taken to the login page. ലോഗിൻ പ്രോസസ്സിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം, പാസ്വേഡ് കൊടുക്കണം, ക്യാപ്ച കംപ്ലീറ്റ് ചെയ്യണം. പ്രസ് ഓൺ നെക്സ്റ്റ് ബട്ടൺ. യു വിൽ റിസീവ് ദ OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ടേക്കൺ ടു ദ സെർച്ച് സ്ക്രീൻ. ഇവിടെ ഈ സെർച്ച് സ്ക്രീനിൽ എൻ്റർ നെയിം ആൻഡ് യു ഹാവ് ടു സെലക്ട്. ഈ പുൾ ഡൗണിൽ നിന്ന് നിങ്ങൾക്ക് ബാങ്കിൻ്റെ പേര് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ബാങ്കോ ഒന്നിലധികം ബാങ്കുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ എല്ലാ ബാങ്കുകളോ നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇതുകൂടാതെ ചുവടെ യു ഹാവ് ടു ഫർണിഷ് തന്നിരിക്കുന്ന 5 ഫീൽഡിൽ ഒന്നെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പാൻ നമ്പർ, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്. ഇത് ചുരുങ്ങിയത് ഇതിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അഥവാ ഈ വിവരം നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ ചുവടെ ഒരു അഡീഷണൽ സെർച്ച് ക്രൈറ്റീരിയൻ ഉണ്ട്. അഡ്രസ് ആൻഡ് സ്റ്റേറ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ പ്രൊവൈഡ് ദിസ് ഇൻഫർമേഷൻ ആൻഡ് ക്ലിക്ക് ഓൺ ദ സെർച്ച് ബട്ടൺ. സെർച്ച് റിസൾട്ട് വിൽ ബി ഷോൺ ആസ് എ ലിസ്റ്റ് വിത്ത് അക്കൗണ്ട് ഹോൾഡേഴ്സ് നെയിം ആൻഡ് ബാങ്ക് നെയിം. ഇതുണ്ടാവും. നമ്മൾ സെർച്ച് ചെയ്ത പേര് ലിസ്റ്റിലുണ്ടെങ്കിൽ ക്ലിക്ക് ഓൺ ദറ്റ് റെക്കോർഡ്. അപ്പോൾ സ്ഥലവും UDRN അഥവാ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് റെഫറൻസ് നമ്പർ ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഓരോ ഡെപ്പോസിറ്റിനും ഒരു യുണീക്ക് നമ്പർ കൊടുത്തിരിക്കും. അതാണ് ഈ UDRN എന്ന് പറയുന്ന നമ്പർ. ഡെപ്പോസിറ്റ് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും ട്രാക്ക് ചെയ്യാനുമൊക്കെ UDRN സഹായിക്കുന്നു. കൂടാതെ ലിങ്ക് ടു PDF എന്ന ഒരു ലിങ്കും കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സെർച്ച് റിസൾട്ട് ഡീറ്റെയിൽസ് ഉള്ള ഒരു PDF ഫയലും കാണാം. ദിസ് യു ക്യാൻ ഡൗൺലോഡ് ഫോർ സേവിങ് ഓർ ഫോർ പ്രിൻറ്റിങ്. നിങ്ങൾക്ക് സെർച്ച് റിസൾട്ടായി കിട്ടിയ കസ്റ്റമറുടെ പേരും ബാങ്ക് നെയിമുമുള്ള ലിസ്റ്റ് സോർട്ടബിൾ ആണ്. ആൽഫബറ്റിക്കലി കസ്റ്റമറുടെ പേര് ബേസ് ചെയ്തിട്ടോ ബാങ്കിൻ്റെ പേര് ബേസ് ചെയ്തോ സോർട്ട് ചെയ്യാം. കൂടാതെ കസ്റ്റമർ നെയിം ആ ലിസ്റ്റിൽ സെർച്ച് ചെയ്യുകയും ചെയ്യാം. ഇതുകൂടാതെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് ലിസ്റ്റ് ചെയ്ത ബാങ്കിൻ്റെ പേരിന് മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ടേക്കൺ ടു ദ സെക്ഷൻ which give you information about the procedure for claiming the deposit.
ഇതുകൂടാതെ ഈ ലാൻഡിംഗ് പേജിൽ തന്നെ കാണാം ലിസ്റ്റ് ഓഫ് 30 ബാങ്ക്സ്. ഏതാണ് ഈ 30 ബാങ്കുകൾ? 30 ബാങ്കുകളുടെ വിവരമാണ് ഇപ്പോൾ അവൈലബിൾ എന്ന് പറഞ്ഞല്ലോ. ആ 30 ബാങ്കുകൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് 30 ബാങ്ക്സ്. അതുകൂടാതെ ചുവടെ യു ക്യാൻ സി യൂസർ മാനുവൽ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടുകളോടെ എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടത് എന്ന് വിശദമായി എക്സ്പ്ലനേഷൻ കാണാം. 2023 മാർച്ചിൽ 62,225 കോടി ബാലൻസ് ഉണ്ടായിരുന്ന അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് 2024 മാർച്ച് ആകുമ്പോഴേക്കും 78,213 കോടിയായി മാറി. ഈ പോർട്ടൽ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് സെർച്ച് ഓഫ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട്സ് across multiple banks at one place and provides information on claim settlement procedures of each bank. പക്ഷേ ഈ ഇൻഫർമേഷൻ നിങ്ങൾ ഈ പോർട്ടലിൽ നിന്ന് കിട്ടിയാൽ അതുമായി നിങ്ങൾക്ക് റെസ്പെക്റ്റീവ് ബാങ്കിൽ പോയിട്ട് തന്നെ ബാലൻസ് ക്ലെയിം ചെയ്യണം. ഈ ബാലൻസ് ക്ലെയിം ചെയ്യുന്നതിനൊരു ടൈം ലിമിറ്റൊന്നുമില്ല, കാലഹരണപ്പെട്ടുപോയി എന്ന് വിചാരിക്കാനൊന്നുമില്ല. യു ക്യാൻ ഗോ ആൻഡ് മേക്ക് യുവർ ക്ലെയിം. RBI പീരിയോഡിക്കലി ഈ ടോട്ടൽ അക്കൗണ്ടിൽ ബാലൻസിൻ്റെ പൊസിഷൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. ബാങ്കുകളുടെ മുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാലും പുരോഗതി ഉണ്ടാവണമെങ്കിൽ പബ്ലിക് ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. ഇങ്ങനെ നമ്മൾ അവകാശികളായേക്കാവുന്ന അക്കൗണ്ടുകളുണ്ടെങ്കിൽ, അതുകൂടാതെ നമ്മൾ തന്നെ മറന്നുപോയതും അല്ലെങ്കിൽ നമ്മൾ സ്ഥലമാറ്റത്തിലും ഇടയിലൊക്കെ വിട്ടുപോയതുമായ അക്കൗണ്ടുകളുണ്ടെങ്കിൽ ഈ പോർട്ടൽ സെർച്ച് ചെയ്ത് വിവരം സമ്പാദിക്കാവുന്നതാണ്. ആൻഡ് ക്ലെയിം ദ മണി ഡ്യൂ ടു അസ്. അതാണ് ഞാൻ പറഞ്ഞത്. റിസർവ് ബാങ്ക് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയെങ്കിലും പബ്ലിക്കിൻ്റെ ഇടയിലുള്ള അവെയർനെസ് കൊണ്ട് മാത്രമേ ഈ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകളുടെ ബാലൻസ് കൂടിക്കൂടി വരുന്നത് നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. Thank you for watching. Hope this video has been useful. Please like and share our video. In case you are not already subscribed to our channel, please do subscribe now. Hope to see you soon with another useful video. Take care.